ഹലോ, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ് അറിയാം. ഈ സൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും അല്ലേ? നമ്മുടെ കോളിന്റെ റിംഗ് ടോൺ. നമുക്കൊരു കോള് വന്നു, അപ്പുറത്തുനിന്ന് സംസാരിക്കുന്ന ആൾക്കാർ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മളൊക്കെ പെട്ടെന്നൊന്ന് പകയ്ക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹലോ, സ്ട്രോങ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് അടിക്കും. ഇനി മുതൽ അത് വേണ്ട. നമുക്ക് ഒരു ടെലികോളിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. ഒരു ടെലിഫോണിൽ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കോൾ എടുത്തു. ഹലോ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക? ഹലോ, ഞാനാണ് സംസാരിക്കുന്നത് എന്നാൽ ഫോർമലിൽ നമ്മൾ പറയല്ലേ, ഹലോ റിയ സ്പീക്കിംഗ് എന്ന് പറയും. ഇനി അതല്ല, നമ്മുടെ വല്ല ഫ്രണ്ട്സോ റിലേറ്റീവ്സോ കസിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹേയ് വാട്സ്ആപ്പ്, എന്തൊക്കെയുണ്ട്, സുഖല്ലേ എന്നല്ലേ നമ്മൾ ആദ്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹേയ് വാട്സ്ആപ്പ്, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കും. ഇനി നമ്മൾ ഡെയിലി കോൺവെർസേഷൻ ചെയ്യുന്ന ഒരാളാണ്, ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ്, നമ്മൾ എന്താ പറയാ, ദിവസത്തിൽ 3 നേരം എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും നിൽക്കില്ല. നമ്മൾ ഡയറക്റ്റ് പറയും. സൗണ്ട് കേൾക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇന്ന ആളാണ്, ഇന്ന ആളാണ് വിളിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എടാ ഞാനാട്ടാ, എടി ഞാനാന്ന് പറയും. നമ്മൾ പറയും ഹേയ് ഇറ്റ്സ് മീ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പേരൊക്കെ കൂട്ടി പറയാം. നമുക്ക് പറയാം ഹേയ് ഇറ്റ്സ് മീ റിയ എന്ന് പറയാം. അപ്പോഴും നമ്മൾ വീണ്ടും ചോദിക്കും എന്തൊക്കെയുണ്ട്. നമുക്ക് 2 രീതിയിൽ ചോദിക്കാം. വാട്സ്ആപ്പ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇൻഫോർമൽ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ രീതിയിൽ ചോദിക്കാം. ഇനി അതല്ല, കുറച്ച് ഫോർമൽ ആണ്, കുറച്ച് നമ്മൾ റെസ്പെക്ട് ഒക്കെ കൊടുത്ത് സംസാരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്ന് ചോദിക്കാം. അടുത്തായിട്ട് നമുക്ക് കുറച്ച് റെസ്പെക്റ്റ് ആണ്, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, കുറച്ച് ലോങ് ടേം ആയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമുക്ക് കുറച്ച് ടൈം വേണം, സംസാരിച്ച് തീർക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? സംസാരിക്കാൻ സമയമുണ്ടോ? നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് സംസാരിക്കാൻ ടൈം ഉണ്ടോ? ഈ ടൈം ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അത് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക്, അല്ലെങ്കിൽ ഡു യു ഹാവ് സം ടൈം ടു ടോക്ക്, എനിക്ക് സംസാരിക്കാണ്ട് കുറച്ച് സമയം എനിക്ക് തരുമോ എന്ന് നമുക്ക് ചോദിക്കാം. ഇനി ഞാൻ ഇത്തിരി തിരക്കിലാണ്, തിരിച്ചു വിളിക്കാം. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു കോൾ വരികയാണ്. ഇപ്പം പറയണത് എനിക്ക് ഇപ്പം എടുക്കാൻ പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ നിന്നെ പിന്നീട് തിരിച്ചു വിളിക്കാം എന്നാണ് നമുക്ക് എങ്ങനെ പറയാം? I'm in the middle of something. Can I call you back in some time? എന്ന് ചോദിക്കാം. ഇനി അതല്ല, നമുക്ക് തിരിച്ച് വിളിച്ചോട്ടെ എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും? Can I call you back in a little while? എന്ന് ചോദിക്കാം. അപ്പൊ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? വാട്സ്ആപ്പ് ഓർ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, എന്തൊക്കെയുണ്ട് വിശേഷം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഡു യു ഹാവ് സം ടൈം ടു ടോക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നിങ്ങൾ കുറച്ച് ടൈം എനിക്ക് തരുമോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കാം. പിന്നെ ഓർ ഇസ് ദിസ് എ ഗുഡ് ടൈം ടു ടോക്ക്, ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു സമയമാണോ, നല്ലൊരു ടൈം ആണോ, കൺവീനിയന്റ് ആണോ എന്നുള്ളത് ചോദിക്കാം. ഐ ആം ഇൻ ദി മിഡിൽ ഓഫ് സംതിങ്, ഞാൻ കുറച്ച് ബിസിയാണ്, ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളത് പറയാം. Can I call you back in some time, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ എന്ന് നമുക്ക് പറയാം. Can I call you back in a little while, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കാം കേട്ടോ, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കാം എന്നുള്ളതൊക്കെ പറയാം. അടുത്തായിട്ട് കുറേ വിളിച്ചു പക്ഷെ കിട്ടിയില്ല, അല്ലെങ്കിൽ കണക്ട് ആയില്ല, ഞാൻ രാവിലെ തൊട്ട് നിന്നെ കുറേ പ്രാവശ്യം ഞാൻ കണക്ട് ചെയ്യാൻ നോക്കുന്നു പക്ഷെ അങ്ങോട്ട് കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഐ ട്രൈഡ് കോളിംഗ് ആൻഡ് ഡിഡ്ന്റ് ഹിയർ ബാക്ക് ഫ്രം യു, ഞാൻ കുറേ നേരം നിന്നെ വിളിക്കാൻ നോക്കിയിട്ട് പക്ഷെ നിന്നെ അടുത്തുനിന്ന് എനിക്ക് തിരിച്ചു റെസ്പോൺസ് കിട്ടിയില്ല. അല്ലെങ്കിൽ 1 second, എ മൊമെന്റ് പ്ലീസ് എന്നൊക്കെ പറയാം. നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പറയാം ഒരു സെക്കൻഡ് കേട്ടോ, ഒരു മൊമെന്റ് പ്ലീസ്, എനിക്ക് ഇത്ര നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നിന്നെ കണക്ട് ആയില്ല എന്നുള്ളത് നമുക്ക് ഇങ്ങനെയും പറയാം. ഇനി നമുക്കത് ഫോർമൽ രീതിയിൽ കുറച്ചൊരു റെസ്പെക്ട്ഫുൾ ആയിട്ട് നമുക്ക് ഫോർമൽ രീതിയിൽ എങ്ങനെ പറയാം? കുഡ് യു ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ് പ്ലീസ്, ഒരൊറ്റ സെക്കൻഡ് വെയിറ്റ് ചെയ്യാവും, കുഡ് യു ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ് പ്ലീസ് എന്ന് പറയാം. അടുത്തത്, ഞാൻ തിരിച്ചു വിളിക്കാം, ഐ വിൽ കോൾ യു ലേറ്റർ, ഞാൻ ഇപ്പോൾ പറ്റില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറയാം. ഐ എം ജസ്റ്റ് റിട്ടേണിങ് യുവർ കോൾ എന്നും പറയാം. അടുത്തത്, ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്, നമ്മളൊരു മാർക്കറ്റിലൊക്കെ ആണ്, ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്, ഭയങ്കര ഇതാണ്, നമുക്ക് കാര്യമായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് റെസ്പോണ്ട് ചെയ്യാം? ഐ എം ഗെറ്റിംഗ് ആൻ എക്കോ ഓൺ ദ കോൾ എന്ന് പറയാം. എനിക്ക് പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല, ഐ എം ഗെറ്റിംഗ് ആൻ എക്കോ ഓൺ ദ കോൾ എന്ന് പറയാം. കോൾ കട്ടായി തിരിച്ചു വിളിക്കേണ്ടി വന്ന, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കോൾ ബ്രേക്ക് ആയി, ലൈൻ കട്ടായി പോയി, നമുക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ അങ്ങോട്ട് പറയും? ദ കോൾ ഡ്രോപ്പ് സോ ഐ എം കോളിംഗ് ബാക്ക്, കോൾ കട്ടായി പോയി അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വിളിച്ചതാണെന്ന് പറയാം. അടുത്തത്, എൻ്റെ ബാറ്ററി തീരാറായി, ഞാൻ പിന്നീട് വിളിക്കണം. നമ്മളൊക്കെ മിക്കപ്പോഴും ബാറ്ററി ലോയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, എപ്പോഴും ചാർജ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ബാറ്ററി മിക്കപ്പോഴും ലോ ആയിരിക്കും. ആ ടൈമിൽ നമുക്കൊരു കോൾ വരികയാണ്, നമ്മുടെ ബാറ്ററി തീരാറായി, 2% ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ് എൻ്റെ ബാറ്ററി തീരാറായി, ഞാൻ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം എന്ന് നമുക്ക് എങ്ങനെ പറയാം? മൈ ബാറ്ററി ഇസ് അബൌട്ട് ടു ഡൈ, ക്യാൻ ഐ കോൾ യു ലേറ്റർ, അല്ലെങ്കിൽ ഐ ആം ഔട്ട് ഓഫ് ബാറ്ററി, ക്യാൻ ഐ കോൾ ബാക്ക് ലേറ്റർ എന്ന് പറയാം.
ബാറ്ററി തീരാറായി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ബാറ്ററി ഇപ്പോൾ അവസാനിക്കും, ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിക്കാം എന്ന് പറയാം. അടുത്തത് ഞാൻ വിളിച്ചു എന്ന് പറയുമോ എന്ന്, അതായത് ഞാൻ ഇന്നയാളെ വിളിച്ചു, ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഇൻഫോം ചെയ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വീണ്ടും പറയാം, ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും പറയാം. ഫോർമലായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് പറയും, കുഡ് യു പ്ലീസ് ലെറ്റ് നമ്മുടെ ആരാണോ ഒരു പേഴ്സൺസ് നെയിം നോ ദാറ്റ് എൻ്റെ പേര് ഹാഡ് കോൾഡ്. ഇപ്പൊ ഞാൻ വിളിക്കുന്നത് അനുവിനെയാണ്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, കുഡ് യു പ്ലീസ് ലെറ്റ് അനു നോ ദാറ്റ് വരദ ഹാഡ് കോൾഡ് എന്ന് പറയാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം മൈ ഫോൺ നമ്പർ ഇസ്, നമ്മുടെ ഫോൺ നമ്പർ എത്രയാണ്, 1 2 3 4 5 6 7 8 9 എന്ന് പറയാം. അപ്പൊ നമ്മൾ നമ്മളെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കണം, നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല. നമ്മൾ പറയും നിങ്ങൾ അവരെ ഒന്ന് അറിയിക്കുമോ, ഞാൻ വിളിച്ചിട്ടുണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഇതാണ് എന്ന് നമുക്ക് പറയാം. അടുത്ത നമ്മൾ ഇൻഫോർമൽ ആയിട്ടാണ്, നമുക്ക് പരിചയമുള്ള ഒരാളാണ്, നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടിനെ വിളിക്കുകയാണ്, ഫ്രണ്ട് സിസ്റ്റർ അല്ലെങ്കിൽ അമ്മയാണ് എടുത്തത്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ക്യാൻ യു ടെൽ പേഴ്സൺസ് നെയിം ഐ കോൾ, അതായത് നമുക്ക് പറയാം ഇന്നാളെ ഞാൻ വിളിച്ചു എന്നൊന്ന് പറയാവോ, അമ്മ ഞാൻ എന്നെ വിളിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാവോ എന്ന് ചോദിക്കാം. നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ഓൾറെഡി ഇപ്പോൾ സേവ്ഡ് ആയിരിക്കും നമ്മുടെ എന്തായാലും ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ കൂടി ചേർക്കാം. അടുത്തത്, ഞാൻ നിങ്ങൾ പറയുന്നത് ശരിയായി കേട്ടില്ല കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കേട്ടില്ല, എനിക്ക് അങ്ങനെ പിടുത്തം കിട്ടിയില്ല എന്നുള്ളത് നമുക്ക് എന്ത് പറയാം, ഡിഡ് യു സേ ദാറ്റ് ₹25,000 ഈസ് ഓൾറെഡി പെയ്ഡ്. നമ്മളൊരു ബാങ്കിലേക്കൊക്കെ വിളിക്കുകയാണ്, അപ്പോൾ നമുക്കൊരു ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനാണ്. ഞാൻ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ക്ലിയർ ആയില്ല, എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ശരിക്കും കേട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഡിഡ് യു സേ ദാറ്റ് ₹25,000 ഈസ് ഓൾറെഡി പെയ്ഡ്. നിങ്ങൾ അത് തന്നെയാണോ പറഞ്ഞത്, 27 രൂപ ഞാൻ അടച്ചു തന്നെയാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഡ് യു സേ ദാറ്റ് ദി സ്കൂൾ ഇസ് ക്ലോസ്ഡ് ഓൺ മൺഡേ. നമ്മളൊരു പാരന്റ് ആണ്, വിളിച്ച് ചോദിക്കുകയാണ് സ്കൂൾ മൺഡേ ഇല്ലാന്ന് തന്നെയാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഡ് യു സേ ദർ ഇസ് നോ സ്കൂൾ ഓൺ മൺഡേ എന്നും ചോദിക്കാം, നിങ്ങൾ പറഞ്ഞത് തിങ്കളാഴ്ച സ്കൂളിൽ ഇല്ലാന്ന് തന്നെയാണോ എന്നും ചോദിക്കാം. ഇനി നമ്മൾ പറയണത് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല, നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും, ഐ എം സോറി ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അതുകൊണ്ട് പിടുത്തം കിട്ടിയില്ല എന്ന് പറയാം. അല്ലെങ്കിൽ സോറി ഇറ്റ് കട്ട് ഔട്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ ദി കണക്ഷൻ ഇസ് റിയലി ബാഡ് ഐ കാൻ ഹിയർ യു, കണക്ഷൻ ഭയങ്കര ബാഡ് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ശരിക്കും അങ്ങോട്ട് കേട്ടില്ല കേട്ടോ, എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് പറയാം. അടുത്തത്, ഇനി കോൾ കട്ട് ചെയ്യണം, നമ്മൾ ചിലപ്പോൾ അത്യാവശ്യത്തിൽ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വരിക, ഏതെങ്കിലും ഒരു സിനാരിയിൽ നമുക്ക് കോൾ കട്ട് ചെയ്യണം, നമുക്ക് കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ട് എങ്ങനെ പറയാം, താങ്ക് യു ഫോർ യുവർ ടൈം ബൈ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളൊരു ഫുൾ കോൺവെർസേഷൻ കഴിഞ്ഞു, നമ്മൾ ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യാണ്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, താങ്ക് യു ഫോർ യുവർ ടൈം ബൈ എന്ന് പറയാം. അല്ലെങ്കിൽ ഓൾ റൈറ്റ് സീ യു ലേറ്റർ എന്ന് പറയാം. ഇനി ഇൻഫോർമൽ ആണെങ്കിൽ നമ്മളവിടെ ഫ്രണ്ട്സിനോടൊക്കെയാണ് നമ്മൾ പറയണമെങ്കിൽ എന്ന് പറയും, ഇത്ര വലിച്ചു നീട്ടൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല, ടോക്ക് ടു യു സൂൺ, പിന്നെ നമുക്ക് വീണ്ടും സംസാരിക്കാം എന്ന് പറയാം. അടുത്തത്, നമ്മളൊരു ഫോർമൽ ഫോൺ കോൾ പ്ലീസ് ആണ്, നമ്മളൊരു കംപ്ലൈന്റ് പറയാൻ വേണ്ടിയിട്ട്, നമ്മൾ മേടിച്ചൊരു സാധനത്തിനെ കുറിച്ച് ഇത് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ഫോൺ കോൾ പ്ലീസ് ഇനി നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. ആദ്യം തന്നെ നമ്മളവിടെ പേര് പറയണം, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നമ്മൾ വേണ്ട ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ ചുമ്മാ ഇങ്ങനെ വിളിച്ചാൽ ഇന്നതാണ് ഇതാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതായിട്ട് പറയാൻ പാടില്ല, നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഹലോ ദിസ് ഇസ് റിയ, ഐ എം കോളിംഗ് അബൌട്ട് എ പ്രോബ്ലം വിത്ത് പർച്ചേസ് ഐ മെയ്ഡ് ലാസ്റ്റ് വീക്ക്, ക്യാൻ യു അസിസ്റ്റ് മീ വിത്ത് ദിസ് ഇഷ്യൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച പർച്ചേസ് ചെയ്ത ഒരു കാര്യത്തിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ ഇതിൽ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാം. അടുത്തത് ഒരു സിനാരിയോ നമുക്ക് നോക്കാം. ഹലോ, അപ്പോൾ ബി പറയാണ്, ഹലോ ഇസ് അനു അവൈലബിൾ ആണോ? നോ ഷീ ഈസ് ഇൻ എ മീറ്റിംഗ്, ക്യാൻ ഐ ഹെൽപ്പ് യു? യെസ് പ്ലീസ്, മൈ നെയിം ഇസ് എബിൻ. അപ്പോൾ നമ്മൾ ഒരാളെ വിളിക്കുകയാണ്, നമ്മൾ ചോദിക്കുകയാണ് ഹലോ അനു അവൈലബിൾ ആണോ? നമുക്ക് സംസാരിക്കേണ്ടത് അനുവിനോടാണ്, നമ്മൾ ചോദിക്കുകയാണ് അനു അവൈലബിൾ ആണോന്ന്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ പറയാണ് അനു അവൈലബിൾ അല്ലല്ലോ, അനു ഒരു മീറ്റിംഗിലാണല്ലോ, എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നമുക്കിപ്പോൾ ആരെയും ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. നമ്മൾ പറയുന്നത് ഓക്കെ യെസ് പ്ലീസ്, എൻ്റെ പേര് എബിൻ എന്നാണ്. അനു ആസ്ക്ഡ് മീ ടു കോൺടാക്ട് ഹെർ റിഗാർഡിംഗ് ഈ ജോബ് ഓപ്പർച്യൂണിറ്റി. അനു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സോ അതിന് റിഗാർഡ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് എന്നോട് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയാണ്. അപ്പോൾ എ റിപ്ലൈ ചെയ്യാണ്, ആ യെസ് എബിൻ, ഷീ മെൻഷൻ യു വുഡ് ബി കോളിംഗ്, ഐ ക്യാൻ ടേക്ക് എ മെസ്സേജ് ഓർ schedule a call for you. എബിൻ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ വേണമെങ്കിൽ മെസ്സേജ് ഇതാക്കാം, അല്ലെങ്കിൽ അവളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അനുവിനോട് സംസാരിക്കാൻ എനിക്ക് നിങ്ങൾക്കൊരു ടൈം സ്കെഡ്യൂൾ ചെയ്ത് തരാം എന്ന് പറയാണ്. അപ്പോൾ എബിൻ പറയാണ്, that would be great, could you please let her know that I called, I am available for a call any time after 2 PM today.
അത് വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അനുവിനെ ഇൻഫോം ചെയ്യാൻ പറ്റൂ, ഞാൻ വിളിച്ചിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനുവിനെ ഇൻഫോം ചെയ്യാൻ പറ്റുമോ, ഇന്ന് 2 മണിക്ക് ശേഷം ഏത് ടൈം വേണമെങ്കിലും ഞാൻ അവൈലബിൾ ആണ് കോൾ ചെയ്യാമെന്ന്. ഓക്കെ, ദെൻ സർട്ടൻലി വിൽ ഇൻഫോം ഹർ. ഞാൻ തീർച്ചയായും അവളോട് അനുവിനോട് എന്തായാലും ഞാൻ പറയാം, നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അനുവിനോട് എന്തായാലും പറയാം. Can I have your phone number please? So she can reach you directly. അപ്പോൾ നിങ്ങൾ എൻ്റെ നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നു കഴിഞ്ഞാൽ അന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അബിൻ പറയാണ് ഓഫ് കോഴ്സ് മൈ നമ്പർ ഈസ് 1234567890. അപ്പോൾ വീണ്ടും മറ്റേ ആൾ പറയാണ് താങ്ക് യു എബിൻ, ഐ വിൽ പാസ് ഓൺ ദ മെസ്സേജ്. അനു വിൽ ഗെറ്റ് ബാക്ക് ടു യു ആസ് സൂൺ ആസ് ഷീ ഈസ് അവൈലബിൾ. ഞാൻ അനുവിന് ഈ മെസ്സേജ് പാസ് ചെയ്യാം. അനു എപ്പോൾ ഫ്രീ ആവുന്നോ, അനു എപ്പോൾ അവൈലബിൾ ആവാൻ പറ്റുന്നോ അനു അപ്പോൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യും. Thank you very much. I appreciate your help. You're welcome. Have a great day. You too. Goodbye. Bye. അപ്പോൾ നമ്മൾ ഈ കോൺവെർസേഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ പറയാണ് താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ്, നിങ്ങൾ സഹായിച്ചതിന് നന്ദിയുണ്ട്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് ബായ് പറഞ്ഞ് വെക്കാണ്. ഇനിയിപ്പോൾ അതല്ല, അനു പ്രസന്റ് ആണ്, അനു എന്ന സ്ഥലത്ത് തന്നെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഹലോ ഹലോ ഇസ് അനു ദർ പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. അനു ദർന്നോ അല്ലെങ്കിൽ അനു ദർ പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. നമ്മൾ ഫോർമൽ ആയിട്ട് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്ലീസ് ഒക്കെ ആഡ് ചെയ്ത് വേണം ചോദിക്കാം. ഇൻഫോർമൽ ആണെങ്കിൽ നമുക്ക് പ്ലീസ് ഒന്നും ആഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഫോർമൽ ആയിട്ട് എപ്പോഴും നമ്മൾ പ്ലീസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് ഡീസെന്റ് ആയിട്ട് വേണം സംസാരിക്കാൻ. ഐ വിൽ സീ ഇഫ് ഷീ ഈസ് ഇൻ ദ ഓഫീസ് ഹു ഈസ് കോളിംഗ്. അപ്പോൾ വേറൊരാളാണ് എടുത്തത്, അനു ഉണ്ടോ ഓഫീസിൽ ഉണ്ടോ എന്ന് ഞാൻ നോക്കാം, ആരാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഐ എം എബിൻ ഫ്രം കോട്ടയം, ഞാൻ കോട്ടയത്ത് നിന്ന് എബിൻ ആണ് വിളിക്കുന്നത്. പ്ലീസ് ഹോൾഡ് ദ ലൈൻ, ഐ വിൽ സീ ഇഫ് ഐ ക്യാൻ ട്രാൻസ്ഫർ യു. അപ്പോൾ അനു അവിടെ ഉണ്ടാവാം, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് അനുവിന് കോൾ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറയാണ്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ടെലിഫോൺ കോളിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മൾ ഇൻഫോർമൽ ആയിട്ടും ഫോർമൽ ആയിട്ടും എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അനുവിന്റെ കേസിലാണെങ്കിൽ നമ്മളൊരു ബാങ്ക് മാനേജറോ അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാളോ അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവരോട് കോൺടാക്ട് ചെയ്യാം, ഇൻ കേസ് അവരുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മൾ എങ്ങനെ കോൺടാക്ട് ചെയ്യാമെന്നോ കണക്ട് ചെയ്യാമെന്നോ നമ്മൾ പഠിച്ചു. ഒരു കംപ്ലൈന്റ് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇൻഫോർമൽ ആയിട്ട് ഫോർമൽ ആയിട്ട് എങ്ങനെ കോൾ കട്ട് ചെയ്യേണ്ടത്, ബിസി ആണ് അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് ആണ് അങ്ങനെ പറയേണ്ടത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് തരാം. Write a small telephonic conversation regarding your friend's health condition to his or her mother. നിങ്ങളെ കൂട്ടുകാരിക്കോ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവരെ അമ്മയോട് ചോദിക്കണം എങ്ങനെയുണ്ട്, അവർ ഓക്കെ ആണോ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ട്, നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന രീതിയിൽ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ എഴുതണം, അത് പ്രിപ്പയർ ചെയ്ത് വെക്കണം. സോ ഇന്നത്തെ നമ്മുടെ ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണു, ക്ലിയർ ആയിരിക്കണു. സോ താങ്ക് യു ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.